എന്റെ പ്രിയപ്പെട്ടവരെ, 2024 ജീവിക്കുന്ന മുസ്ലിം ഉണ്ടല്ലോ, ആ മുസ്ലിമിന് അല്ലാഹനെ പേടിയില്ലടോ. ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം അല്ലാഹുവിനെ കുറിച്ചല്ല, പടച്ചവനെ. ഇന്ന് ദുനിയാവിന്റെ കാര്യങ്ങളാണ് പലർക്കും പേടി, ഭരണാധികാരികളാണ്. പടച്ചവനെ ഉസ്താദേ, എല്ലാ സംസ്ഥാനങ്ങളും അവരിങ്ങനെ പിടിച്ചടക്കുകയാണ്. നമ്മൾ എന്തു ചെയ്യും ഉസ്താദ്? നമ്മൾ എവിടെ പോകും ഉസ്താദ്? പടച്ചവനെ, ഏക സിവിൽ കോഡ് വരാൻ പോകുകയാണ്, NRC നടപ്പാക്കാൻ പോകുകയാണ് ഉസ്താദേ. ബാബരി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് അമ്പലം പണിതില്ല. ഇനി എന്താണെന്ന് പറഞ്ഞു ഭയന്ന് നടക്കുന്നവര്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നതെന്നറിയോ? നിനക്കല്ലാനെ തിരിയാത്തത് കൊണ്ടാ, നിനക്കല്ലാനെ കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ല ആരാണെന്ന് പഠിച്ചു കഴിഞ്ഞ ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു കയറി കഴിഞ്ഞ അല്ല അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല കയറി കഴിഞ്ഞാൽ, ഒരാളുടെ ഹൃദയത്തിനകത്ത് പടച്ച റബ്ബ് കയറി കഴിഞ്ഞാൽ അവന് കിട്ടുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുവോ? ഈ ലോകത്ത് അവൻ അല്ലാഹനെയല്ലാതെ ഒരു മഖ്ലൂക്കിനെയും അവന് ഭയപ്പെടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ലടോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരാളുടെ ഹൃദയത്തിനകത്ത് ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ, അല്ലാഹു കേറി കഴിഞ്ഞാൽ അവന് കിട്ടുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? നീ മഖ്ബറകൾ സിയാറത്ത് ചെയ്യാൻ പോകുന്നവരല്ലേ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് അവരുടെ ഖബർ സിയാറത്തിന് പോകുമ്പോ പല മഖാമുകളുടെ മുമ്പിലും ഒരായത്ത് എഴുതി വച്ചിരിക്കുന്നത് കാണുമല്ലോ. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ്, അവർ അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞവരാണ്. അവരുടെ ഹൃദയത്തിനകത്തേക്ക് അല്ലാഹു കേറിയപ്പോ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് അല്ലാഹനെയല്ലാതെ ഈ ലോകത്ത് ഒരാളെയും പേടിയില്ല, ഒന്നിനെയും അവർക്ക് പേടിയില്ല, അവർക്കൊന്നിനെയും പേടിയില്ല, ഒരു ഭരണാധികാരിയും പേടിയില്ല. പടച്ചവനെ, അവൻ അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടില്ല എന്ന് ഖുർആൻ പറയുമ്പോ നൂറുകണക്കിന് ചരിത്രമുണ്ടല്ലോ. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ചരിത്രം പറയട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കുന്നതിന് വേണ്ടി കടന്നു പോവുകയാ. അല്ലാഹുവേ, ഉമർ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലുന്നതിന് വേണ്ടി, പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി ഉമർ തങ്ങൾ കടന്നു പോവുകയാ. പടച്ചവനെ, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് കേട്ടപ്പോ സ്വഹാബത്തിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാ, സ്വഹാബത്തിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാ. പടച്ചവനെ, ഖത്താബിന്റെ മകൻ ഉമറാണ് വരുന്നത്. എന്തുകൊണ്ടാണ് സ്വഹാബത്തിന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങുന്നത്? കാരണം ഉമർ അങ്ങനെയാടോ. ഖത്താബിന്റെ മകൻ ഉമറിനെ കുറിച്ച് നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. ആ ഉമറിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കടോ. അതാ പിഞ്ചു കുഞ്ഞുങ്ങൾ കരഞ്ഞ, അതാ ഭക്ഷണം കഴിക്കാത്ത മക്കളോട് ഉമ്മമാര് പറയുന്നു, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. പടച്ചവനെ, അതാ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ കടിക്കുമായിരുന്നു. അതാ ഉറങ്ങാത്ത മക്കള് പേടിച്ച് ഉറങ്ങുമായിരുന്നു. കാരണം ഉമറിനെ കുഞ്ഞുങ്ങൾക്ക് പോലും പേടിയാണ്. കാരണം ഉമറിന്റെ സ്വഭാവം അങ്ങനെയാണ്. അതാ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് അയൽവാസിയോട് ചെന്ന് പറയുകയാണ്. ഉമർ തങ്ങളുടെ വീടിന്റെ അയൽവാസി ഉണ്ടല്ലോ, ആ മനുഷ്യനോട് ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. സുബ്ഹാനല്ലാഹ്. അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ.
എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന ഈ കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. പടച്ചവനെ, ഉമറിന്റെ സ്വഭാവം എങ്ങനെയാണ്? ആ ഉമറാണ് നബി തങ്ങളെ തലയെടുക്കാൻ വരുന്നത്. പടച്ചവനെ, ഉരിപ്പിടിച്ച വാളുമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു അതാ ഖത്താബിന്റെ മകൻ ഉമറിനെ തടയുകയാണ്. ഖത്താബിന്റെ മകൻ ഉമറിനെ തടയുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടയുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടയുന്നത്. എന്നിട്ട് ഹംസ തങ്ങൾ പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാൻ വന്നതാണോ? മുസ്ലിമാകാൻ വന്നതാണോ? ഇതിനകത്ത് കയറിയിട്ട് നിനക്ക് ജീവനോടെ തിരിച്ചു പോകാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് നിനക്ക് മുസ്ലിമായി ഇവിടെ ഇറങ്ങി പോകാ. ഉമറേ, നിബിതങ്ങളെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? നീ ജീവനോടെ ഇതിനകത്ത് നിന്നിറങ്ങില്ലടാ ഉമറ്. ജീവനോടെ ഇതിനകത്ത് നിന്നിറങ്ങി പോകില്ല. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. പിൽക്കാലത്ത് ഉമർ തങ്ങൾ ചോദിച്ചു, ഹംസ, എങ്ങനെയാ നിനക്ക് എന്നോടങ്ങനെ ചോദിക്കാൻ കഴിയുന്നത്? എവിടെ നിന്നായി ധൈര്യം കിട്ടിയത്? എവിടെ നിന്നായി ധൈര്യം കിട്ടിയത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അവൻ അല്ലാഹുവിനെ അല്ലാതെ ആരെയും അവന് പേടിയില്ലടോ. അവന് പടച്ച റബ്ബിനെ അല്ലാതെ ആരെയും അവന് ഭയപ്പെടില്ല. ഒരു പ്രത്യേക ധൈര്യം അല്ലാഹു കൊടുക്കുകയാണ്. ഒരു വല്ലാത്ത ഈമാൻ അല്ലാഹു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കടോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം, പടച്ചവനെ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പടച്ച റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കടന്നുപോയ ചരിത്രം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ. പെങ്ങളെ, ഒരുപാട് വാഴ കേൾക്കുന്നവരല്ലേ, ഒരുപാട് പ്രഭാഷണം കേൾക്കുന്നവരല്ലേ, ഒരുപാട് ഉസ്താദന്മാരുടെ പ്രസംഗങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നവരല്ലേ, എന്തേ നിന്റെ വിശ്വാസം ഉറയ്ക്കാത്തത്? നിന്റെ മനസ്സിന്റെ ഉള്ളില് അല്ല കേറാത്തതെന്തേ പെണ്ണ്? അള്ളയെ കുറിച്ചുള്ള ഭയം കേറാത്തതെന്തേ പെണ്ണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, വാഴ കേൾക്കുന്നത് കൂടിപ്പോയത് കൊണ്ടാ. എന്നാ നിനക്കറിയുമോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറയുകയാ. നമ്മളെല്ലാവരും വഅദ് കേൾക്കുന്നവരാ, ഒരുപാട് പ്രഭാഷണം കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈമാൻ കയറി ഉറക്കുന്നില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു പെണ്ണിന്റെ ചരിത്രം അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹു കണ്ടുപഠിക്കാൻ ഈമാനിന്റെ വിഷയത്തിൽ നിങ്ങൾ കണ്ടുപഠിക്കാൻ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു ഒരു മഹദിയുടെ ചരിത്രം പറയുന്നുണ്ട്. പ്രവാചകന്റെ ഭാര്യയല്ല, പ്രവാചകന്റെ ഉമ്മയല്ല, പ്രവാചകന്റെ മകളല്ല, ഒരു സാധാരണ ഒരു പെണ്ണിന്റെ ചരിത്രം. ഒരു സാധാരണ ഒരു പെണ്ണിന്റെ ചരിത്രം അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഈമാനിന്റെ വിഷയത്തിൽ കണ്ടുപഠിക്കാൻ ഒറ്റ വാഴ ജീവിതത്തിൽ കിട്ടുള്ളൂ. നിന്നെ പോലെ 1000 വാഴൊന്നും കേട്ടില്ല. മൊബൈൽ നിറയെ വാഴം കൊണ്ട് നടന്ന പെണ്ണല്ല. ജീവിതത്തിൽ ഒരേ ഒരു പ്രഭാഷണം കേട്ടു. ഒറ്റ പ്രഭാഷണം കേട്ടിട്ട് നന്നായ മഹദിയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ നേരം വെളുത്ത വൈകുന്നേരം വരെ വാഴത്, നേരം വെളുത്ത വൈകുന്നേരം രാത്രി 10 മണി വരെ, 12 മണി വരെ, 1 മണി വരെ വാഴത്. എന്തെങ്കിലും മാറ്റമുണ്ടോ? എടോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഓൺലൈനിന്റെ കാലമാണല്ലോ. മൊബൈൽ എടുത്തു വെച്ച വാഴതല്ലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വാഴ. ആണും പെണ്ണും ഇങ്ങനെ കേട്ട് പണ്ട് ഒരു മജ്ലിസിൽ വരണം വാഴ കേൾക്കാൻ, വല്ല നബിദിനമോ റമദാനോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സലാത്തിന്റെ മജ്ലിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നിരുന്നു വാഴ കേൾക്കുന്ന കാലം. ഇത് കാലമൊക്കെ മാറിപ്പോയി. ഇപ്പൊ എല്ലാം മൊബൈലിന്റെ കാലമാ, ഓൺലൈനിന്റെ കാലമാ. ആണും പെണ്ണും എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. ജീവിതം
ജീവിതത്തിൽ ഈ കേൾക്കണ കാര്യം ഒന്ന് ചെയ്യാൻ പോലും സമയമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് സ്ഥലത്ത് വഴുതിന് പോയപ്പോ ഒരു പിതാവ് എന്റെ പെണ്ണുങ്ങൾ പഠിക്കണം, എന്റെ ഉമ്മമാര് പഠിക്കണം, നിങ്ങളെ കളിയാക്കുകയോ പരിഹസിക്കുകയല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഒരു വഴുതിന് പോയപ്പോ ഒരു പിതാവ് എന്നോട് ചോദിച്ചു, നിങ്ങളെ വഴുത് പറയുന്ന ഉസ്താദല്ലേ? ഞാൻ പറഞ്ഞു, എന്റെ പൊന്നാര ഉസ്താദ്, നിങ്ങൾ ഒരു കാര്യം പ്രസംഗിക്കണം, നിങ്ങളൊരു കാര്യം പ്രസംഗിക്കണം. ആ വാപ്പ 4 മണിക്ക് എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ പോയതാ. 4 മണിക്ക് എഴുന്നേറ്റ് രോഗിയായ പ്രായം ചെന്ന വാപ്പ 4 മണിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകും. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവസാനം പള്ളിയിലിരുന്ന് ദിക്റും സ്വലാത്തും പറഞ്ഞ് ദുആ ചെയ്തിട്ട് ആ വാപ്പ വീട്ടിലേക്ക് കയറി വന്നു. തന്റെ ഭാര്യയോട് ചോദിച്ചു, ഒരു ഗ്ലാസ് ചായ തരാൻ. ആ സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറയുക, ഞാൻ മജ്ലിസിൽ ഇരിക്കുകയാണെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ നിസ്കരിക്കാൻ പോയിട്ട് വരുന്ന ഭർത്താവ് ഒരു ഗ്ലാസ് ചായ ചോദിക്കുമ്പോ ഭാര്യ പറയുന്നത് വെച്ചു കൊടുക്കാനല്ല, ഞാൻ എപ്പോഴും മജ്ലിസിലിരിക്കുക, മൊബൈലിന്റെ മുമ്പിൽ സ്വലാത്തും പറഞ്ഞ് ദിക്റും പറഞ്ഞ് വഴുത് കെട്ടുകൊണ്ടിരിക്കുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് സ്വർഗമാ പെങ്ങളെ, എന്ത് സ്വർഗമാ പെങ്ങളെ നിങ്ങൾക്ക് കിട്ടുക. നിന്റെ ഭർത്താവിന്റെ പൊരുത്തമുണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. വഴുത് കെട്ടു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ടത് എവിടെയാ? ഭർത്താക്കന്മാരെ പോലും പലതും മറന്നു പോകുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ വന്ന് 2 മണിക്കൂർ നിങ്ങൾ ക്ഷമയോടുകൂടി ഫർദയും ഹിജാബും ധരിച്ച് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇവിടെ ഇരുന്ന് വഴുത് കേൾക്കുന്നു. എന്നാ രാവിലെ മൊബൈൽ ഓണാക്കി വെച്ച് അടുക്കളയിൽ കൊണ്ട് ചാരി വെച്ചിട്ട് തലയിൽ പോലും തുണിയിടാതെ നീ കറിയും ചോറും വെച്ചുകൊണ്ട് നടക്കുകയാ. എന്ത് ബഹുമാനമാണ് നീ കൊടുക്കുന്നത്? അതിലൂടെ നീ എവിടെ നരകത്തിലേക്ക് പോകത്തേയുള്ളൂ. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരാളുടെ ഹൃദയത്തിനകത്ത് ഈമാൻ കേറിയാൽ പിന്നെ അവൻ ആരെയും ഭയപ്പെടൂല, അവൻ ആരെയും പേടിയില്ല. അവൻ അറിയാം, എന്റെ പടച്ച റബ്ബ് എന്നെ കൈവിടൂല, എന്നെ സഹായിക്കുമെന്നുള്ള ഉറച്ച ഒരു വിശ്വാസം അല്ലാഹുവിന് മതി. ഏത് പ്രതിസന്ധി വന്നാലും അല്ലാഹു മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉറച്ച ഒരു വിശ്വാസം ഉണ്ടാവുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഭയപ്പെടല്ലേ മുസ്ലിമേ, ഭയപ്പെടല്ലേ മുസ്ലിമേ. എന്തിനാ നീ ഭയപ്പെടുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? പലരും പടച്ചവനെ ഭയന്ന് വിറച്ചുകൊണ്ട് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ, നീ എന്തേ വിചാരിച്ചത് സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റുമെന്ന് നീ കരുതിയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ പോകാമെന്ന് കരുതിയോ? ഇല്ല സഹോദരാ, ഇല്ല സഹോദരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫലമ്മായതികും മസലുല്ലദീന ഖലൂ മിൻ ഖബലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലാഹ് ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹ് മതിയടോ, പിന്നെ അല്ലാഹ് മതിയടോ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, പടച്ചവനെ, അതാ മൂസാ നബിയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ. ഫിറഔനും തന്റെ അനുയായികളും മൂസാ നബിയെ പിടിക്കാൻ കടന്നു വരികയാണ്. പടച്ചവനെ, മൂസാ നബി മുന്നോട്ട് നോക്കുമ്പോൾ ചെങ്കടലാണ്, മുമ്പില് ചെങ്കടലാണ്. തിരിഞ്ഞു നോക്കുമ്പോ പടച്ചവനെ, ഫിറഔനും തന്റെ പട്ടാളവും അതാ മൂസാ നബിയെയും മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചവരെയും പിടിക്കാൻ കടന്നു വരികയാ. പടച്ചവനെ, അതാ ശത്രുക്കള് പുറകില്, മുമ്പില് ചെങ്കടല്. എല്ലാവരും പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എല്ലാം അവസാനിച്ചെന്ന്, എല്ലാം അവസാനിച്ചെന്ന്. ആ സമയത്താണ് പടച്ചവനെ ഖുർആൻ പറയുകയാ, വഖാല മൂസാ യാ ഖൗമി ഇൻ കുന്തും ആമൻതും ബില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് തന്റെ ജനത പറയുകയാ, എല്ലാം കഴിഞ്ഞെന്ന്, എല്ലാം അവസാനിച്ചെന്ന്. പടച്ചവനെ, അതാ മൂസാ നബി അലൈഹിസ്സലാം ആ സമയത്താണ് പറയുന്നത്, കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദിനീ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മൂസാ നബി പറഞ്ഞത് പടച്ച റബ്ബന്റെ കൂടെയുണ്ടല്ലോ, അല്ലാഹു ഒരു വഴി കാണിച്ചു തരും, അല്ലാഹു ഒരു വഴി കാണിച്ചു തരും, പടച്ചവൻ നമ്മളെ സഹായിക്കും. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെയും തന്റെ അനുയായികളെയും ആ ചെങ്കടലിൽ മുക്കി കൊന്നു എന്ന് ചരിത്രം പറയുമ്പോ ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല. പിന്നെ എല്ലാവരും പറയുന്നത്, ഉസ്താദ് നമ്മൾ ന്യൂനപക്ഷമാണല്ലോ, നമ്മൾ ന്യൂനപക്ഷമാണല്ലോ, അവര് ഭൂരിപക്ഷമാണല്ലോ. സഹോദര, ന്യൂനപക്ഷമാടാ എല്ലാ സ്ഥലങ്ങളിലും ജയിച്ചത്. ഭൂരിപക്ഷം വിജയിച്ച ഒരു സ്ഥലം നീ പറ. ബദർ നോക്ക്, ഉഹദ് നോക്ക്, ഹന്തക്ക് നോക്ക്, ഖൈബർ നോക്ക്, ഇസ്ലാമിന്റെ ഏത് യുദ്ധമെടുത്ത് നോക്ക്, എല്ലാ സ്ഥലങ്ങളിലും വിജയിച്ചത് ഭൂരിപക്ഷമല്ല, ന്യൂനപക്ഷമാ സഹോദര, ന്യൂനപക്ഷമാ സഹോദര. എന്തിനാ വലിപ്പം കണ്ട് പേടിക്കുന്നത്? എന്തിനാ വലിപ്പം കണ്ട് പേടിക്കുന്നത്? നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുന്നവരാ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. വീട്ടിൽ ചെന്നിട്ട് ഈ സൂറത്ത് എടുത്തിട്ട് ഇതിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്കണേ. എന്താണ് അല്ലാഹു പറയുന്നതെന്നറിയുവോ? പടച്ച റബ്ബിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് കടന്നു വരികയാണ്. മക്കയിൽ ആനയില്ലടോ അല്ലാഹുവേ, മക്കയിൽ ആനയില്ല. അത് കാരണം ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് അബ്രഹത്ത് തന്റെ ആനപ്പടയുമായിട്ട് അല്ലാഹുവിന്റെ കഅബാലയം പൊളിക്കാമെന്നപ്പോ അല്ലാഹു എന്തേ ചെയ്തതെന്നറിയുമോ? അതാ ചെറിയ കുരുവിയെ പോലെയുള്ള കിളിയുണ്ടല്ലോ, ആ ഏറ്റവും ചെറിയ കിളിയെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് വലിപ്പം കണ്ട് പേടിക്കരുത്, വലിപ്പം കണ്ട് പേടിക്കരുത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഏത് പ്രതിസന്ധിയിലും അല്ലാഹു നമ്മുടെ കൂടെയുണ്ടടോ. എന്തിനാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിനക്ക് നിന്റെ വലുപ്പമറിയില്ല, ഒരു മുസ്ലിമിന് തന്റെ വിലയറിയില്ല, അവന്റെ വലുപ്പമറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിഴച്ചവനെ നബി തങ്ങളുടെ ചരിത്രം വായിച്ചവരാണല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തീരുമാനിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, അതാ ഇബ്ലീസ് ചെന്ന് പറഞ്ഞു കൊടുക്കുകയാ. യഥാ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. എന്തിന് നബി തങ്ങളെ കൊല്ലാൻ? അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ കിട്ടുന്ന അവസാനത്തെ അവസരമാണ്, ഇനി ഒരിക്കലും കിട്ടില്ല. കൊല്ലണമെങ്കിൽ നബി തങ്ങളെ ഇന്ന് കൊന്നുകൊള്ളണം. അങ്ങനെ യോദ്ധാക്കൾ മുഴുവനും നബി തങ്ങളുടെ വീട് വളർന്നിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ ഒരു പിടിച്ച വാളുമായി ശത്രുക്കൾ മുഴുവനും വീട് വളർന്നിരിക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയേ, ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ? ഞാൻ കടക്കാൻ നബിയേ. അലിയാര് തങ്ങൾ സമ്മതിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണേ നബിയേ.
ഒരു പിടി മണ്ണ് വാരണേ നബിയെ. ഒരു പിടി മണ്ണ് വാരിയിട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. നമ്മളൊക്കെ സൂറത്ത് യാസീനിൽ ഓതുന്ന ആയത്താണല്ലോ, സൂറത്ത് യാസീനിൽ ഓതുന്ന ആയത്താണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയേ ഈ ആയത്ത് ഓതണം നബിയേ. ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് ഓതിയിട്ട് വാതിൽ തുറന്നിട്ട് നാലു ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോ നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരി സൂറത്തു യാസീനിലെ ആയത്തോതി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞു നിൽക്കുക നബിതങ്ങളെ കൊല്ലാൻ. ആ സമയത്താണ് നബിതങ്ങൾ ഒരു പിടി മണ്ണുവാരി ഖുർആനിലെ ഒരായത്ത് ഊതിയിട്ട് വാതിൽ തുറന്നു നാലു ഭാഗത്തേക്കും ഇട്ടിട്ട് ആ ശത്രുക്കളുടെ മുമ്പിലൂടെ നബിതങ്ങൾ ഇറങ്ങി നടന്നുപോയി എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസ്ലിമിന് ആയുധമൊന്നും വേണ്ട, അവൻ ആയുധമൊന്നും വേണ്ട, അവൻ്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിന് പോലും മഹത്വമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുമ്പോൾ ഒരു സ്വഹാബി നബിതങ്ങളോട് വന്നു പറഞ്ഞു, നബിയെ എനിക്ക് ആയുധമൊന്നുമില്ല നബിയെ, ഞാൻ രണാങ്കണത്തിലേക്ക് പോകുകയാ, വാളോ പരിചയോ കുന്തമോ എനിക്കൊന്നുമില്ല നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യുദ്ധത്തിന് പോകാൻ. അത് മതിയായിരുന്നടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അവൻ അല്ല മതി. ഏത് വിഷയത്തിലും അവൻ അല്ല മതി. അവൻ അറിയാം എൻ്റെ റബ്ബെനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്നൊരു മനുഷ്യന് പറഞ്ഞ അവന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം അവന്റെ ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവന്റെ ഭക്ഷണമുണ്ടല്ലോ, അവന്റെ ജീവിതമാർഗമുണ്ടല്ലോ, അതിനകത്ത് അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണ്. നിങ്ങളുടെ കടലിൽ പോയി മീൻ പിടിക്കുന്നവരല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബോട്ടിലാകട്ടെ വള്ളത്തിലാകട്ടെ, നിങ്ങൾ കടലിലേക്ക് ചെല്ലുമ്പോ അതാ പടച്ചവനെ ഈ കരയിൽ നിന്നല്ലേ കിളികളെ പറന്ന് കടലിലേക്ക് വരുന്നത്. അതിന്റെ അന്നം തേടിയിട്ട് ഒട്ടിയ വയറുമായത് കടന്നു വരുന്നു. അതാ ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കടിച്ചിട്ട് വയറ് നിറച്ചിട്ട് തന്റെ മക്കൾക്കുള്ള ഭക്ഷണവുമായത് തിരിച്ചു വരുന്നത് നീ കാണുന്നവനല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു നിന്റെ ഉപജീവനത്തിൽ ബർക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ നമുക്കാ ബോധമില്ലടോ, നമുക്കാ ചിന്തയില്ലടോ. എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്. ഇന്ന് ജനങ്ങൾ പറയുന്ന ഒരു കാരണം എന്തെന്നറിയുമോ? എല്ലാവർക്കും വേണ്ടത് പണമാണ്, എല്ലാവർക്കും വേണ്ടത് പണമാണ്, എല്ലാവർക്കും പണം മതിയടോ. ആണാകട്ടെ പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ കൊച്ചുകുട്ടികളാകട്ടെ, എല്ലാവരും പറയുന്നത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അതിനല്ലേ രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്നത്, ഉറക്കമൊഴിയുന്നത്, രാവും പകലും കടന്ന് കഷ്ടപ്പെടുകയാ. എല്ലാവർക്കും പടച്ചവനെ ഭക്ഷണം വേണം, ജീവിക്കണം, പണം വേണം. ഈ ചിന്തയാണ്. ഹറാമും ഹലാലും നോക്കാറില്ല, വളഞ്ഞ വഴിയിലൂടെ
നിങ്ങൾക്ക് ഞാനൊരു മനോഹരമായ ഒരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹ് ആരാണെന്ന് പഠിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു, ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? പടച്ചവനെ, ഭാര്യയും മക്കളുമായി വലിയ ഒരു കുടുംബമായിരുന്നു. ഖാതിമുൽ അസം തങ്ങൾക്ക് വലിയ ഒരു കുടുംബമായിരുന്നു. അങ്ങനെ ഖാതിമുൽ അസം തങ്ങൾ വീട്ടിലിരിക്കുമ്പോ അതാ കുടുംബത്തിൽപ്പെട്ട ചിലര് കടന്നു വരികയാണ്. തങ്ങളെ, ഞങ്ങൾ ഈ കൊല്ലം ഹജ്ജിന് പോകാൻ തീരുമാനിക്കുകയാ, ഈ വർഷം ഞങ്ങൾ ഹജ്ജിന് പോകാൻ തീരുമാനിക്കുകയാ. അവര് പടച്ചവനെ വന്ന് ദുആ ചെയ്യാ പറയുകയാണ്. ഖാതിമുൽ അസം തങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഹജ്ജിന് പോകാൻ, ഖാതിമുൽ അസം തങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഹജ്ജിന് പോകാൻ. പടച്ചവനെ, തന്റെ കുടുംബക്കാരോട്, തന്റെ ഭാര്യ സന്താനങ്ങളോട് ഖാതിമുൽ അസം തങ്ങൾ ഹജ്ജിന് പോകാനുള്ള കാര്യം പറയുമ്പോ കുടുംബം ചോദിക്കുന്നു, തങ്ങളെ, ഹജ്ജിന് പോകാനുള്ള ഏകദേശ പൈസയൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ പോയി കഴിഞ്ഞ ഞങ്ങളുടെ കാര്യമാരാണ് നോക്കുന്നത്, ഞങ്ങളുടെ കാര്യമാരാണ് നോക്കുന്നത്. പടച്ചവനെ, ഞങ്ങൾക്ക് ഭക്ഷണം വേണമല്ലോ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അതുകൊണ്ട് ഭാര്യയും മക്കളും എല്ലാവരും ഹജ്ജിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഭക്ഷണത്തിന്റെയും ചിലവിന്റെയും കാര്യം പറഞ്ഞ് തടസ്സം പറയുകയാ. സുബ്ഹാനല്ലാഹ്. ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും ചെറിയ മകളുണ്ടല്ലോ, ഒരു ചെറിയ മകൾ ഉണ്ടായിരുന്നു. ആ പൊന്നുമോള് പറഞ്ഞു, വാപ്പാ, നിങ്ങൾ ഹജ്ജിന് പൊക്കോ വാപ്പാ, നിങ്ങളല്ലല്ലോ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, വാപ്പാ, നിങ്ങളല്ല ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, അല്ലാഹയല്ലേ ഭക്ഷണം തരുന്നത്, അല്ലയല്ലേ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. വാപ്പ എന്തിനാ ഹജ്ജിന് പോകൂ? ആ ചെറിയ മകള് ഉമ്മയോടും കൂടപ്പിറപ്പുകളോടും പറയുകയാ, വാപ്പയല്ല ഭക്ഷണം തരുന്നത്, അല്ലാഹുവാണ് ഭക്ഷണം തരുന്നത്. ആ പൊന്നുമോളത് പറയുന്നത് കേട്ടപ്പോ പിന്നെ ആർക്കും പറയാ മറുപടിയില്ലായിരുന്നു. അങ്ങനെ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോവുകയാ. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു, അതാ ദിവസങ്ങൾ കഴിഞ്ഞു. ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ സാമ്പത്തികമായി അവിടുന്ന് കൊടുത്തിരുന്ന പൈസ മുഴുവനും തീരുകയാണ്. പട്ടിണി വരാൻ തുടങ്ങി, കഴിക്കാൻ ഭക്ഷണമില്ല, പ്രയാസമായി. ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബം പട്ടിണിയിലായി. ആ ചെറിയ മകള് വന്നിട്ട് പറഞ്ഞു, ഉമ്മാ, വിശക്കുന്ന ഉമ്മാ. ചെറിയ മകള് വന്നിട്ട് ഭക്ഷണം ചോദിക്കുകയാ. പടച്ചവനെ, കഴിക്കാനൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. ഈ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ കൂടപ്പറപ്പുകൾ കളിയാക്കുകയാണ്, നീയല്ലേ പറഞ്ഞത് അല്ലാഹുവാണ് തരുന്നതെന്ന്, അല്ലാഹ് ഭക്ഷണം തരുമെന്ന് നീയല്ലേ പറഞ്ഞത്. പടച്ചവനെ, എല്ലാവരും കൂടെ പറഞ്ഞു, നീയാ വാപ്പാനെ പറഞ്ഞു വിട്ടത്. എല്ലാവരും പടച്ചവനെ ആ മോളെ ഒറ്റപ്പെടുത്തുകയാണ്. ആ ചെറിയ പൊന്നുമോൾക്ക് സങ്കടമായി, ആ ചെറിയ പൊന്നുമോൾക്ക് സങ്കടമായി. ആ പൊന്നുമോൾ എന്ത് ചെയ്തെന്നറിയുമോ? അതാ പടച്ചവനോട് വിളിക്കുക, അതാ പടച്ചവനോട് പറയുകയാ, യാ സയ്യിദി യാ മൗലാ, പടച്ചറപ്പേ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്ന തമ്പുരാന്, എല്ലാവരും എന്നെ കളിയാക്കുന്ന തമ്പുരാന്, ഞാനും എൻ്റെ കുടുംബവും പട്ടിണിയിലാണ് റബ്ബേ, ഭക്ഷണം തരണേ അല്ലാ, സഹായിക്കണേ അല്ലാ. ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറിയ മകളുണ്ടല്ലോ, ആ ചെറിയ മകള് റബ്ബിനോട് ദുആ ചെയ്യുകയാ. ആ ചെറിയ മകള് റബ്ബിനോട് ദുആ ചെയ്യുകയാ. പിറ്റേ ദിവസം രാവിലെയായപ്പോ വീടിന്റെ വാതിൽ ഒരാൾ വന്ന് മുട്ടുകയാണ്. ഖാതിമുൽ അസം തങ്ങളുടെ കുടുംബം ചെന്ന് വാതിൽ തുറക്കുമ്പോ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ വീടിന്റെ മുമ്പിലിരിക്കുകയാ. അതാ ശരീരം തളരുന്നുണ്ട്. എനിക്കിത്തിരി വെള്ളം വേണേ, എനിക്കിത്തിരി വെള്ളം തരണേ.
ഹാത്തിമുൽ അസ്സം തങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് വെള്ളം ചോദിക്കുകയാ. അല്ലാഹുവേ, ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ഭാര്യ വെള്ളം കൊടുക്കുകയാണ്. വലിയ ആഗ്രഹത്തോട് പടച്ചവനെ ആ മനുഷ്യനാ വെള്ളം കുടിക്കുകയാ. ആ മനുഷ്യനെ കണ്ടാൽ അറിയാമതൊരു പാവപ്പെട്ട ചെറുപ്പക്കാരനല്ല, അത് സാധാരണ ഒരാളല്ലെന്ന് അതാ കാണുമ്പോ തന്നെ അറിയാ. ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ഭാര്യ ചോദിച്ചു, നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരിയാണ്. ഞാൻ എൻ്റെ പട്ടാളവുമായിട്ട് വേട്ടയ്ക്ക് പോയതാണ്. വഴിതെറ്റിയിട്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി. എല്ലാവരും എന്നെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആ രാജ്യത്തെ ഭരണാധികാരിയാണ് ഹാത്തിമുൽ അസ്സം തങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്നിരുന്ന് വെള്ളം ചോദിക്കുന്നത്. ആ മഹ്ദി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഹാത്തിമുൽ അസ്സം എന്ന ഈ മനുഷ്യന്റെ വീട്ടില് അല്ലാഹുവേ, എന്റെ വീടിനകത്ത് ഇന്നലെ കുടിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ ഞാനും എന്റെ മക്കളും കരഞ്ഞു പടച്ചവന്. അതാ രാജ്യത്തെ ഭരണാധികാരി ഇന്നെന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് വെള്ളം ചോദിക്കുന്നു തമ്പുരാനെ. അല്ലാഹുവേ, ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ഈ വീട്ടിലാരാണ് താമസിക്കുന്നത്? നിങ്ങൾ ഇതാരുടെ വീടാണ്? അപ്പോഴാണ് പറഞ്ഞത് ഹാത്തിമുൽ അസ്സം തങ്ങളുടെ വീടാണെന്ന്. സുബ്ഹാനല്ലാഹ്, പട്ടാളക്കാർ മുഴുവനും രാജാവിനെ തെരഞ്ഞു വരികയാണ്. ഹാത്തിമുൽ അസ്സം തങ്ങളുടെ വീടാണെന്നറിഞ്ഞപ്പോ, ആ വീട് പട്ടിണിയിലാണെന്നറിഞ്ഞപ്പോ അതാ രാജാവ് തന്റെ അരയിൽ നിന്ന് സ്വർണത്തിന്റെ നാണയമെടുത്ത് വെച്ചു കൊടുക്കുകയാ. എന്നിട്ട് തന്റെ അതാ പട്ടാളക്കാരോട് പറയുകയാണ്, എന്നെ ഇഷ്ടപ്പെടുന്നവർ മുഴുവനും കയ്യിലുള്ളത് ഈ വീടിന്റെ മുമ്പിൽ വെക്കടോ. എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത് സ്വർണ്ണ നാണയം കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയാണ്. പടച്ചവനെ, ഒറ്റ ദിവസം കണ്ട് ആ വീടിന്റെ മുമ്പിൽ സ്വർണ്ണ നാണയങ്ങൾ നിറയുകയാണ്. പടച്ചവനെ, ആ സമയത്താണ് ഹാത്തിമുൽ അസ്സം തങ്ങളുടെ മകളിരുന്ന് കരയുകയാ. അപ്പോഴും ആ ചെറിയ മകളിരുന്ന് കരയുകയാ. രാജാവ് ചോദിച്ചു, മോളെ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? പടച്ചവനെ, ഇനി നിനക്ക് പട്ടിണിയില്ലല്ലോ. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള, ജീവിക്കാനുള്ള സമ്പത്ത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞല്ലോ. എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഹാത്തിമുൽ അസ്സം തങ്ങളുടെ മകള് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ അടിമയായ ഒരു മനുഷ്യൻ എന്റെ വീട്ടിൽ വന്നപ്പോ, അല്ലാഹുവിന്റെ അടിമയായ ഒരു മനുഷ്യൻ എന്റെ വീട്ടിൽ വന്നപ്പോ, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള, ജീവിക്കാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ അല്ലാ, നീ എങ്ങാണം ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ പടച്ചവനെ, ഞങ്ങൾ എന്താകുമായിരുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് അല്ലാ. ഈ വിശ്വാസമാണടോ നമുക്ക് വേണ്ടത്. ഈ വിശ്വാസമാണടോ നമുക്ക് വേണ്ടത്. അല്ല ഒരിക്കലും നമ്മളെ കൈവിടില്ല സഹോദരാ. ഒരിക്കലും പടച്ചവൻ നമ്മളെ പട്ടിണിക്കിടൂല. അല്ലാഹുവേ, നിങ്ങൾ പറയുന്നത് എന്താണ്? പലരും കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുമല്ലോ, വെറും കയ്യോടെ തിരിച്ചു വരുന്നവരുണ്ട്. വെറും കയ്യോടെ തിരിച്ചു വരുന്നവരുണ്ട്. ആ എണ്ണയുടെ കാശ് പോലും നഷ്ടമാകുന്നവരുണ്ട്. പടച്ചവനെ, കടലിൽ മീനില്ല എന്നിട്ടല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നീ പോകുന്ന സമയത്ത് പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. നീ പടച്ച റബ്ബിൽ പരമേൽപ്പിച്ചിട്ട് പോയാ അല്ലാഹു ഒരിക്കലും നമ്മളെ വെറും കയ്യോടെ മടക്കില്ലടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്തുകൊണ്ടാണ് പടച്ച റബ്ബ് നമ്മളെ കൈവിടുന്നതെന്നറിയുമോ? നമ്മൾ അല്ലാഹനെ മറന്നുപോയടോ. അല്ലാഹനെ നമ്മൾ മറന്നുപോയി. പടച്ചവനോട് ധിക്കാരം കാണിക്കുന്നത് കൊണ്ടാണ്. ആ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാ അല്ലാഹു നമ്മളെ കൈവിടുന്നത്. പടച്ച റബ്ബേ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ.